പൂന്താനത്തിൻ്റെ ഭാഗവത പാരായണം മഹാദേവന് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പൂന്താനത്തിൻ്റെ ഭാഗവത പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ എത്താറുണ്ട്. അങ്ങനെ ഒരിക്കൽ പൂന്താനം വടക്കൻ കേരളത്തിൽ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി. വർഷത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കൊട്ടിയൂർ അമ്പലം തുറക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ കൊട്ടിയൂരെത്തിയ പൂന്താനം അവിടെ ഭാഗവത പാരായണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗവത പാരായണം കേൾക്കാനായിട്ട് 100 കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ദശമസ്കന്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയെ കളിയാക്കുന്ന ഒരു ഭാഗമായിരുന്നു. എന്തുകൊണ്ടാണ് ശിശുപാലനടക്കമുള്ള ഒരുപാട് പേര് കല്യാണം കഴിക്കാനുണ്ടായിട്ടും എന്തുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് രുക്മിണി ദേവി തളർന്നു വീഴുകയും ഭഗവാൻ ദേവിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആ അധ്യായത്തിൻ്റെ സാരം. പൂന്താനം ആ അധ്യായത്തിൻ്റെ ഈ ഭാഗം വായിച്ച് നിർത്തിയിട്ട് അവസാനം ബുക്ക് മാർക്ക് വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്ത്. പിറ്റേ ദിവസം പൂന്താനം വന്ന് ഭാഗവത പാരായണം നടത്താൻ നേരത്ത് ബുക്ക് മാർക്ക് പിന്നെയും ഇതേ പേജിൽ തന്നെ വായിച്ച ഭാഗത്ത് തന്നെ ഇരിക്കണം. അത് കണ്ടിട്ട് പൂന്താനം വിചാരിച്ചു ചിലപ്പോൾ ഇനി ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം പിന്നെയും വായിക്കുകയാണ്. അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. 2ാമതും 3ാമതും വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് വായിച്ച് നിർത്തിയാലും പിറ്റേ ദിവസം അമ്പലത്തിലെത്തുമ്പോൾ ബുക്ക് മാർക്ക് പിന്നെയും അതേ പഴയ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ക്ഷേത്രം ഒരു വർഷത്തേക്ക് അടയ്ക്കാനുള്ള അവസാന ദിവസമായി പൂന്താനം പ്രഭാഷണം അവസാനിപ്പിച്ചിട്ട് മറ്റ് ഭക്തർക്കൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗവതം ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചതായിട്ട് പൂന്താനത്തിന് ഓർമ്മ വന്നത്. ഭാഗവതം എടുക്കാൻ മറന്നു. അങ്ങനെ പൂന്താനം വേഗം തിരിച്ച് അമ്പലത്തിൽ പോയി. അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ ആ അധ്യായത്തിൻ്റെ അതേ ഭാഗം ആരോ ചൊല്ലുന്നത് പൂന്താനത്തിന് കേൾക്കായിരുന്നു. താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോഴാണ് പൂന്താനത്തിൻ്റെ ഭാഗവതം വായിക്കുന്ന ശിവനെ കണ്ടത്. സാക്ഷാൽ ശിവഭഗവാൻ ഇരുന്നിട്ട് ഭാഗവതം വായിക്കുകയാണ്. പാർവതീദേവിയും മറ്റ് ഭൂതഗണങ്ങളൊക്കെ ശ്രവിക്കുന്നുണ്ടായിരുന്നു. അവസാനം ശിവൻ പാർവതീദേവിയോട് ചോദിക്കുകയാണ് പാരായണം ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ പാർവതീദേവി പറയാണ് അതേ നല്ലതായിരുന്നു, പക്ഷേ പൂന്താനത്തിൻ്റെ അത്ര മികച്ചതായിരുന്നില്ല എന്ന്. അപ്പോൾ ശിവഭഗവാൻ മറുപടി പറയുകയാണ് ശരിയാണ്, പൂന്താനത്ത് നിന്ന് ഭാഗവതം കേൾക്കാൻ എനിക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ദശമസ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പിന്നെയും ബുക്ക് മാർക്ക് മാറ്റി വെച്ചിരുന്നത് എന്ന് ശിവഭഗവാൻ പറയുകയാണ്. ഇത് കേട്ടിട്ട് പൂന്താനം ഉച്ചത്തിൽ കൃഷ്ണനാമം ജപിക്കാൻ തുടങ്ങി. വീണ്ടും നോക്കിയപ്പോൾ അവിടെ ശിവഭഗവാനും പാർവതീദേവിയും ഭൂതഗണങ്ങളും ആരുമില്ല, എല്ലാവരും അപ്രത്യക്ഷമായിരുന്നു. എത്രയ്ക്കും മനോഹരമായിട്ടായിരുന്നിരിക്കണം അപ്പോൾ പൂന്താനം ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നിരുന്നത്.